രജിസ്റ്റർ അവിടെ വെച്ചേക്ക്. ഫ്ലെയിം അല്പം കുറച്ച്. ഡിസ്കളറേഷൻ കിട്ടിയോ? കിട്ടി സർ. ഓക്കെ. ഹലോ, നന്ദേട്ടൻ എന്താ വിളിക്കാത്തത്? വന്നോ കുട്ടി? ബാഗ് കിട്ടിയോ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. അതെന്ത് പറ്റി? ഇന്നലെയാ കുട്ടി ജോയിൻ ചെയ്യേണ്ടത്. ബാഗിൽ നിന്ന് കിട്ടിയ ഒരു സെൽഫോൺ നമ്പറിൽ ഞാൻ കുറെ തവണ ട്രൈ ചെയ്തു. ആരും ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ബാഗ് പോലീസിൽ ഏൽപ്പിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിന്? അതിപ്പോ ആരും മോഷ്ടിച്ചോണ്ട് പോയതൊന്നുമല്ലല്ലോ. ആ കുട്ടി എന്തായാലും ആ കോളേജിലേക്ക് തന്നെയല്ലേ വരുന്നത്. പിന്നെന്താ? അതല്ല പാറു, ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്താ നന്ദേട്ടാ? താര മാനുവൽ ഇങ്ങനൊരു പേര് പോലീസിന്റെ ലിസ്റ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നത് ഇവൻ ഫ്രെഡി. കഴിഞ്ഞ ദിവസം സിറ്റിയിലെ ഒരു അഴുക്കുചാലിൽ നിന്ന് ഇവന്റെ ബോഡി കിട്ടി. പ്രൊഫസർ പറഞ്ഞ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ, അതായത് പോലീസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് താരയുടെ മിസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ ഇവർക്ക് ഈ ഗ്രൂപ്പുമായുള്ള ബന്ധം വ്യക്തമാണ്. ഇങ്ങനൊരു പെൺകുട്ടി, അതും ഈ അവസ്ഥയിൽ, കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വരുമോ സർ? ഇത് താര മാനുവൽ എന്ന ജൂനിയർ ലെക്ചറർ തന്നെയാണെങ്കിൽ വരും, ഉറപ്പാണ്. പിടിക്കപ്പെടും വരെ പോലീസിനേക്കാൾ ബുദ്ധിയും സാമർഥ്യവും ഇവർക്കാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി അതല്ല, ഒരു താൽക്കാലിക രക്ഷപ്പെടലിന് വേണ്ടി ഈ പേരിൽ ഒരു ആൾമാറാട്ടമാണ് നടത്തിയതെങ്കിൽ അവരൊട്ട് വരികയുമില്ല. അങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥ താര മാനുവലിന് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. പ്രൊഫസർ കോളേജിലേക്കല്ലേ? അതെ. പിന്നാലെ ഞങ്ങളുമുണ്ട്. എന്തായാലും ഈ ബാഗ് അന്വേഷിച്ചെങ്കിലും അവർ പ്രൊഫസറെ തേടി എത്താതിരിക്കില്ല. ഞാൻ ഈ വിവരങ്ങളൊന്നും കോളേജിൽ ആരോടും പറഞ്ഞിട്ടില്ല, പ്രിൻസിപ്പലിനോട് പോലും. പറയണ്ട, തൽക്കാലം പറയാതിരിക്കുന്നതാണ് നല്ലത്.